महाभारतं महाभारतम् यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानमधर्मस्य तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय സംഭവാമി യുഗേ യുഗേ. അർജുനൻ കുരുക്കളെയൊക്കെ പോരിൽ ജയിച്ചതിന് ശേഷം വിരാടന്റെ ചിതറിയോടിയ പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ഒന്നിച്ചു ചേർത്തു. ധാർത്തരാഷ്ട്രന്മാരൊക്കെ തോറ്റു പിന്മാറിയപ്പോൾ കാട്ടിൽ പോയി പ്രാണരക്ഷാർത്ഥം ഒളിച്ചിരുന്ന കൗരവ സൈനികന്മാർ പതുക്കെ പുറത്തു വന്നു. പേടിച്ചു വിറച്ച് അവരൊക്കെ ഒരിടത്ത് ഒത്തുകൂടി. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് അർജുനനെ കണ്ടതോടുകൂടി അവർ പൈതാഹത്താൽ അവശരായി അർജുനന്റെ നേരെ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, പാർത്ഥ, ഞങ്ങൾ ഭവാന്റെ കിങ്കരന്മാരാണ്, രക്ഷിക്കണേ, ഞങ്ങളെ ഉപദ്രവിക്കരുതേ. അർജുനൻ പറഞ്ഞു, നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾക്ക് മംഗളം ഭവിക്കട്ടെ, നിങ്ങൾ ലേശവും ഭയപ്പെടേണ്ട. ആർത്തന്മാരെ ഞാൻ വധിക്കുകയില്ല, നിങ്ങൾക്ക് ഞാൻ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല. ഇങ്ങനെയുള്ള അർജുനന്റെ ആശ്വാസവാക്യം കേട്ട് ആ പടയാളികളൊക്കെ ഒന്നിച്ച് അർജുനനെ ആശംസിച്ചു. ഭവാന് ദീർഘായുസ്സും കീർത്തിയും ഉണ്ടാകട്ടെ. ഇങ്ങനെ ശത്രുക്കളെ ജയിച്ച് തിരിച്ചു പോരുന്ന വിജയനോട് അർജുനനോട് വിരാട രാജ്യത്തേക്ക് പോകുന്ന വഴിക്ക് വെച്ച് എതിർക്കുവാൻ കൗരവന്മാർക്ക് കഴിവുണ്ടായില്ല. ദ്രുതഗതിയിൽ പോകുന്ന വിരാടപുത്രനായ ഉത്തരനെ അർജുനൻ സസ്നേഹം പുൽകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എടോ ഉത്തര, നിന്റെ അച്ഛന്റെ കൊട്ടാരത്തിൽ ഞങ്ങൾ പാണ്ഡവന്മാരാണ് വസിച്ചത് എന്ന് നീ ഇപ്പോൾ അറിഞ്ഞു കഴിഞ്ഞു. എന്നാൽ ഇപ്പോൾ ചെന്ന് ആരെയും ഈ രഹസ്യമൊന്നും അറിയിക്കരുത്. കാരണം പെട്ടെന്നറിഞ്ഞാൽ അമ്പരന്ന് അദ്ദേഹം ഭയപ്പെട്ട് മരിച്ചു പോകും. അതുകൊണ്ട് നീ പറയേണ്ടതെന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ പറയേണ്ടത്, അച്ഛാ, ഞാൻ കൗരവന്മാരെയൊക്കെ ജയിച്ച് സൈന്യങ്ങളെയൊക്കെ ഓടിച്ച് ഗോധനത്തെയൊക്കെ വീണ്ടെടുത്തു എന്നാണ്. ഇപ്രകാരം പറഞ്ഞാൽ മതി. അപ്പോൾ ഉത്തരൻ ചോദിക്കുകയാണ്, ഭവാൻ സാധിച്ച കാര്യം അസാധ്യമാണ്. ഇപ്രകാരം ചെയ്യുവാനോ പറയുവാനോ ഉള്ള കെൽപ്പ് എനിക്കില്ല. എങ്കിലും ഒരു കാര്യം ചെയ്യാം. ഭവാൻ എന്നോട് പറയുന്നതുവരെ, എല്ലാവരോടും പറഞ്ഞുകൊള്ളൂ എന്ന് ഭവാൻ സമ്മതം തരുന്നതുവരെ ഞാൻ ഒരു സത്യവും ആരോടും വെളിപ്പെടുത്തുകയില്ല. ഇങ്ങനെ ശത്രുക്കളെ ജയിച്ച് ഗോധനമെല്ലാം വീണ്ടെടുത്ത് ആ ശ്മശാനത്തിന്റെ അടുത്ത് ശമീവൃക്ഷത്തിന്റെ സമീപത്ത് ചെന്ന് വീണ്ടും വിശ്രമിച്ചു. യുദ്ധത്തിൽ ധാരാളം മുറിവുകൾ ആ ധീരന്റെ ദേഹത്തിൽ പറ്റിയിരുന്നു. അതേസമയം യുദ്ധത്തിന്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ അഗ്നിപ്രഭനായ കപീന്ദ്രനും ഭൂതങ്ങളും ആ രഥത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ആകാശത്തിലേക്ക് മറഞ്ഞുപോയി. അപ്രകാരം തന്നെ ആ മായാവിലാസവും അസ്തമിച്ചു. വീണ്ടും അവിടെ വെച്ചിരുന്ന ഉത്തരന്റെ ആ ധ്വജം, രഥത്തിന്റെ ധ്വജം സിംഹധ്വജമാണ്, അതെടുത്ത് വീണ്ടും രഥത്തിൽ ഉറപ്പിച്ചു. പോരിൽ ജയം നേടിത്തന്ന വില്ലും ആ കുരുശ്രേഷ്ഠന്മാരുടെ അമ്പുകളും ആവനാഴിയും ശമീവൃക്ഷത്തിൽ തന്നെ സ്ഥാപിച്ച് സന്തോഷത്തോടെ അർജുനൻ വീണ്ടും ബൃഹന്നളയുടെ രൂപത്തിലേക്ക് മാറിയിട്ട് ഉത്തരന്റെ സാരഥിയായി തിരിച്ച് വിരാട രാജ്യത്ത് മടങ്ങിയെത്തി. പോകുന്ന വഴിക്ക് അർജുനൻ ഉത്തരനോട് പറഞ്ഞു, എടോ രാജപുത്ര, നിന്റെ ഗോക്കളൊക്കെ വരുന്നത് കണ്ടോ? വീരന്മാരായ ഗോപാലന്മാർ അവരെ ചുറ്റും നിന്ന് ആട്ടിത്തെളിച്ചു വരുന്നത് നോക്കൂ. നമ്മൾ വിരാട നഗരത്തിലേക്ക് വൈകുന്നേരം എത്തിയാൽ മതി. കുതിരകളെ അഴിച്ച് വെള്ളം കാട്ടി തുടച്ച് അവയ്ക്ക് ആശ്വാസം നൽകിയതിന് ശേഷം പോകാം. നീ ഗോപാലന്മാരെ പറഞ്ഞു വിടുക, അവർ വേഗം പോകട്ടെ. നമ്മൾ ഈ യുദ്ധം ജയിച്ച വിജയവാർത്ത അവർ പോയി രാജാവിനെ അറിയിക്കട്ടെ. ഉടനെ തന്നെ ഉത്തരൻ പാർത്ഥന്റെ വാക്കനുസരിച്ച് അപ്പോൾ തന്നെ ദൂതന്മാരെ ചൊല്ലിവിട്ടു. ഗോധനം അപഹരിച്ച ത്രികർത്തന്മാരെ യുദ്ധത്തിൽ ജയിച്ച് സൈന്യങ്ങളോടുകൂടെ പശുക്കളെയൊക്കെ ആട്ടിത്തെളിച്ച് ശ്രീമാനായി വിരാട രാജാവ്
4 പാണ്ഡവന്മാരോടുകൂടി നഗരത്തിൽ സസന്തോഷം തിരിച്ചെത്തി. ഇത് ആദ്യം യുദ്ധം നടന്ന കാര്യം. ത്രികർത്തന്മാരോട് യുദ്ധം ചെയ്യാൻ വിരാട രാജാവ് മറ്റ് 4 പാണ്ഡവന്മാരോട് കൂടി പോയതായി നമ്മൾ ആദ്യം കണ്ടിരുന്നു. അവർ കൊട്ടാരത്തിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് ഇവിടെ ഉത്തരൻ ബൃഹന്നളയോടുകൂടി മറ്റൊരു യുദ്ധത്തിന് പോയതായി വിരാട രാജാവ് അറിയുന്നത്. അങ്ങനെ ഉത്തരനെ കാണായികയാൽ അന്വേഷിച്ചപ്പോഴാണ് ഈ വിശേഷങ്ങളൊക്കെ അറിഞ്ഞത്. തന്റെ മകൻ ഒറ്റയ്ക്ക് യുദ്ധത്തിനായി പോയി എന്നറിഞ്ഞ വിരാട രാജാവ് മകനെ സഹായിക്കാനായിട്ട് മറ്റൊരു സൈന്യ വ്യൂഹത്തോട് അങ്ങോട്ടേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. മാത്രമല്ല ബൃഹന്നളയാണ് സൂതനായി പോയത് എന്നറിഞ്ഞപ്പോൾ രാജാവിന് ആശങ്കയായി. അങ്ങനെ ഉത്തരൻ ആ യുദ്ധം ജയിച്ചിരിക്കുമോ ആവോ എന്ന ഒരു ദുഃഖത്തിലാണ് പിന്നീട് അദ്ദേഹം ആശങ്കപ്പെട്ടത്. ഇങ്ങനെ വിരാട രാജാവ് സന്താപത്തോടെ, അതായത് ബൃഹന്നളയെ സൂതനാക്കി പോയിട്ട് എൻ്റെ മകൻ എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്നൊക്കെ പറഞ്ഞത് കേട്ട് യുധിഷ്ഠിരൻ ചിരിച്ചുകൊണ്ട് രാജാവിനോട് പറയുകയാണ്, ബൃഹന്നളയാണ് അവന്റെ സാരഥിയെങ്കിൽ ഭവാന്റെ പശുക്കളെ നേടിയേ അവർ തിരിച്ചു വരൂ. ശത്രുക്കൾക്ക് കൊണ്ടുപോകാൻ കഴിയുകയില്ല. എല്ലാ മന്നവന്മാരെയും കുരുവീരന്മാരെയും എന്തിന് ദേവന്മാരെയും യക്ഷന്മാരെയും ജയിക്കുവാൻ അവൻ മതിയാകും. അതായത് ബൃഹന്നള മതിയാകും. ആ സൂതനോടുകൂടിയാണ് ഭവാന്റെ പുത്രൻ പോയതെങ്കിൽ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഉത്തരൻ പറഞ്ഞുവിട്ട ദൂതന്മാർ വിരാട നഗരത്തിൽ എത്തുന്നത്. കുരുക്കളൊക്കെ തോറ്റ് ഓടിക്കളഞ്ഞു, ഉത്തരൻ വിജയിയായി മടങ്ങി വരുന്നു, പശുക്കളൊക്കെ എത്താറായി, പശുക്കളെയൊക്കെ വീണ്ടെടുത്തു, ബൃഹന്നളയോടൊപ്പം മടങ്ങിയെത്താറായി. യുധിഷ്ഠിരൻ പറഞ്ഞു, ഭാഗ്യം, പശുക്കളെയൊക്കെ നേടി, കുരുക്കളൊക്കെ പാഞ്ഞുപോയി. നിന്റെ മകൻ കൗരവന്മാരെ ജയിച്ചത് എനിക്കൊരു അത്ഭുതമായി തോന്നുന്നില്ല. കാരണം ബൃഹന്നളയെ സൂതനാക്കിപ്പോയവൻ ജയിക്കാതെ മടങ്ങുകയില്ല, തീർച്ചയാണ്. ഈ സന്ദേശം കേട്ടപ്പോൾ രോമാഞ്ചമണിഞ്ഞ വിരാടൻ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടി ഭൃത്യന്മാർക്ക് വസ്ത്രങ്ങൾ നൽകി സന്തോഷിപ്പിച്ചതിന് ശേഷം മന്ത്രിയോട് പറഞ്ഞു, എടോ അമാത്യ, രാജവീഥിയിൽ കൊടി നാട്ടിക്കുക. ഇങ്ങനെ എൻ്റെ മകനെ വളരെ വിശേഷമായിട്ട് തന്നെ ആദരിക്കുകയും ആശീർവദിക്കുകയും സ്വീകരിക്കുകയും വേണം. ഈ ഒരു സന്തോഷ നിമിഷം ആഘോഷിക്കാൻ വിരാട രാജാവ് ചൂത് കളിക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് സൈരന്ധ്രിയോട് പറയുന്നു, സൈരന്ധ്രി, അക്ഷങ്ങൾ കൊണ്ടുവരൂ. കങ്ക, നമുക്ക് നന്നായി ഒന്ന് കളിക്കണം, ചൂതാട്ടം നന്നായി ഒന്ന് നടത്തണം. ഇപ്രകാരം പറഞ്ഞ രാജാവിനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, അതിരറ്റ് ഹർഷിക്കുന്ന ചൂതാട്ടക്കാരനുമായി ചൂതാടരുത് എന്നാണ് വിദ്വാൻമാരുടെ അഭിപ്രായം. അത്രയും സന്തോഷിക്കുന്ന അങ്ങയോടുകൂടെ ചൂതാടാൻ സത്യത്തിൽ എനിക്കിപ്പോൾ താല്പര്യമില്ല. എങ്കിലും ഭവാന് ഇഷ്ടമാണെങ്കിൽ ഞാൻ ചെയ്യാം. അപ്പോൾ വിരാടൻ പറഞ്ഞു, പശുക്കളും പൊന്നും പെണ്ണും എന്നു വേണ്ട മറ്റ് ധനങ്ങളൊന്നും തന്നെ അങ്ങയുമായി ചൂതാടുന്നതിന് തുല്യം എനിക്ക് ആനന്ദം തരുന്നില്ല. എല്ലാറ്റിലും വെച്ച് താല്പര്യം തോന്നുന്നത് ഭവാനുമായുള്ള ചൂതാട്ടമാണ്. അപ്പോൾ കങ്കനായിരിക്കുന്ന യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ദോഷഭൂയിഷ്ഠമായ ഈ ചൂതാട്ടം എന്തിനാണ്? ചൂതിൽ പല ദോഷങ്ങളുമുണ്ട്, അത് ഒഴിവാക്കുകയാണ് ഉത്തമം. അങ്ങ് കേട്ടിട്ടില്ലേ പാണ്ഡുപുത്രനായ യുധിഷ്ഠിരനെ കുറിച്ച്? അദ്ദേഹത്തിന് രാജ്യം നഷ്ടമായത് ഈ ചൂതാട്ടം കാരണമാണ്. എങ്കിലും മത്സ്യരാജാവ് നിർബന്ധിക്കുക കാരണം കങ്കൻ കളിയിലേർപ്പെട്ടു. കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ രാജാവ് പാണ്ഡുപുത്രനോട് പറഞ്ഞു, എടോ കങ്ക, ഇത്ര വീരന്മാരായ കുരുക്കളെയൊക്കെ എന്റെ പുത്രൻ ജയിച്ചില്ലേ? എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, മിടുക്കൻ തന്നെ. ഇത് കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, ബൃഹന്നള സൂതനായവന് പോരിൽ എന്താണ് ലഭിക്കാത്തത്? അതേസമയം കുറെ നേരമായിട്ട് ഈ ബൃഹന്നളയെ ഇങ്ങനെ പ്രശംസിച്ചു കൊണ്ടിരിക്കുന്നത് രാജാവിന് ഒട്ടും പിടിച്ചില്ല. രാജാവിന് കോപം വന്നു. എടോ ബ്രാഹ്മണാധമാ, നീ എന്റെ പുത്രനോടൊപ്പം ആ ഷണ്ഡനെ സ്തുതിക്കുകയാണോ? പറയേണ്ടതും പറയേണ്ടാത്തതും മനസ്സിലാക്കാതെ നീ എന്നെ നിന്ദിക്കുകയാണ്. ഭീഷ്മ ദ്രോണാദികളെ എന്റെ മകൻ ജയിക്കാതിരിക്കുമോ? എടോ വിപ്ര, നീ എനിക്ക് ഇഷ്ടനാണെന്ന് വിചാരിച്ച് എപ്പോഴും ഇങ്ങനെ കുറ്റം പറഞ്ഞാൽ ഞാൻ ക്ഷമിക്കുകയില്ല. ജീവിക്കുവാൻ നിനക്ക് മോഹമുണ്ടെങ്കിൽ ഇനി മേലാൽ ഒന്നും മിണ്ടിപ്പോകരുത്. ഇത് കേട്ടിട്ടും യുധിഷ്ഠിരൻ പറഞ്ഞു, ദ്രോണരും ഭീഷ്മരും കർണനും എന്ന് മാത്രമല്ല
മരുദ്ഗണം ചുഴന്ന സാക്ഷാൽ ദേവേന്ദ്ര സന്നിഭരായ ആരായാലും അവരെയൊക്കെ എതിർക്കുവാൻ ബൃഹന്നളയ്ക്കല്ലാതെ മറ്റാർക്കാണ് കഴിയുക? അവൻ യുദ്ധം ചെയ്യുന്നത് കണ്ടാൽ സന്തോഷം തോന്നാത്തവർ ആരും ഉണ്ടായിരിക്കുകയില്ല. പോരിൽ അവൻ സുരാസുരന്മാരൊക്കെ വെന്നവനാണ്. അപ്രകാരമുള്ളവൻ സഹായിച്ചാൽ എങ്ങനെ ജയിക്കാതിരിക്കും? ഇങ്ങനെ വീണ്ടും യുധിഷ്ഠിരൻ ബൃഹന്നളയെ പ്രശംസിച്ചപ്പോൾ രാജാവിന് സഹിച്ചില്ല. പലവട്ടമായി നീ അധിക പ്രസംഗം പറയുന്നു, നീ വാ കടക്കുന്നില്ല. ശാസിക്കുവാൻ ആളില്ലെങ്കിൽ ഒരാളും ധർമ്മം ചെയ്യുകയില്ല. ഇനി ഇങ്ങനെ പറയുമോ എന്ന് രാജാവ് ക്രോധത്തോടെ പറഞ്ഞ് ആ ചൂത് കളിക്കുന്ന അക്ഷം കയ്യിലെടുത്ത് യുധിഷ്ഠിരന്റെ മുഖത്തേക്ക് ഒരു ഏറു കൊടുത്തു. ആ ഏറ് ശക്തിയായി ഏറ്റപ്പോൾ യുധിഷ്ഠിരന്റെ മൂക്കിൽ നിന്ന് രക്തം പ്രവഹിച്ചു. എന്നാൽ യുധിഷ്ഠിരൻ ആ രക്തം നിലത്തു വീഴാതെ കൈകളിൽ എടുത്തു. അരികെ നിൽക്കുന്ന ദ്രൗപദിയെ നോക്കി. ഭർത്താവിന്റെ ഭാവമറിഞ്ഞ് അവൾ പൊൻകിണ്ണത്തിൽ വെള്ളവുമായി ചെന്നു. മൂക്കിൽ നിന്നൊഴുകുന്ന രക്തം ജലപാത്രത്തിൽ വാങ്ങി. ഈ സമയത്താണ് ഉത്തരൻ നാട്ടുകാർ അർപ്പിച്ച പുണ്യഗന്ധ വർഷങ്ങളേറ്റ് നഗരത്തിലെത്തുന്നത്. ഇങ്ങനെ ശ്രീമാനായി സന്തോഷിച്ച് ഭവനദ്വാരത്തിലെത്തി പിതാവിനെ അറിയിച്ചു. കാവൽക്കാർ ഉടനെ ചെന്ന് വിരാടനോട് പുത്രന്റെ ആഗമനത്തെ ഉണർത്തിച്ചു. ബൃഹന്നളയോടുകൂടി ഇതാ രാജപുത്രൻ എത്തിയിരിക്കുന്നു. മത്സ്യരാജാവ് സന്തോഷത്തോടെ ദ്വാരപാലകനോട് പറഞ്ഞു, വേഗം രണ്ടാളും വരട്ടെ, ഞാൻ അവരെ കാണുവാൻ കാത്തിരിക്കുകയാണ്. എന്നാൽ ദ്വാരപാലകനോട് യുധിഷ്ഠിരൻ പതുക്കെ വിളിച്ചിട്ട് ചെവിയിൽ പറഞ്ഞു, ഇപ്പോൾ ഉത്തരൻ മാത്രം വന്നാൽ മതി. ബൃഹന്നള ഇപ്പോൾ ഇങ്ങോട്ട് കടക്കേണ്ട എന്ന് പറയുക. അവനൊരു വ്രതമുണ്ട്. എന്റെ ദേഹത്തിൽ വല്ല പരുക്കുമുണ്ടാക്കി രക്തം ചാടുന്നത് കണ്ടാൽ ആ വ്രണം ഉണ്ടാക്കി രക്തം ചാടിച്ചവനാരോ അവൻ പിന്നെ യുദ്ധഭൂമിയിലല്ലാതെ ജീവിക്കുവാൻ പോകുന്നില്ല. എന്നെ ഇങ്ങനെ ചോരയൊലിക്കുന്നത് കണ്ടാൽ, ചോരയൊലിപ്പിച്ചു നിൽക്കുന്നത് കണ്ടാൽ ക്രുദ്ധനായ അവൻ സഹിക്കുന്നതല്ല. സൈന്യത്തോടും വാഹനങ്ങളോടും മന്ത്രിയോടും കൂടിയ രാജാവിനെ അവൻ വധിച്ചേക്കും. ഇങ്ങനെ യുധിഷ്ഠിരൻ പറഞ്ഞു വിട്ടതുകൊണ്ട് തൽക്കാലം ബൃഹന്നള അവിടെ നിന്നു. ഉത്തരൻ മാത്രം തിരിച്ചു വന്ന് അച്ഛന്റെ പാദത്തിൽ വന്ദിച്ചു. പിന്നെ കങ്കനെയും വന്ദിച്ചു. കാരണം ഉത്തരൻ ഇപ്പോൾ കാര്യങ്ങളെല്ലാം അറിയാം. ഈ സമയത്ത് നോക്കുമ്പോൾ ചോരയൊലിച്ച് ക്ഷുബ്ധനായി നിർദോഷിയായ കങ്കൻ സൈരന്ധ്രിയുടെ ശുശ്രൂഷയുമേറ്റിരിക്കുന്നത് കണ്ടപ്പോൾ ഉത്തരൻ സംഭ്രമത്തോടെ അച്ഛനോട് ചോദിച്ചു, ആരാണ് ഇദ്ദേഹത്തെ അടിച്ചത്? ഈ കുറ്റം ചെയ്തവൻ ആരാണ്? അപ്പോൾ വിരാടൻ പറഞ്ഞു, ഞാനാണ് ഈ കുടിലനെ താടിച്ചത്. ഇതുകൊണ്ടായില്ല, ഇതിലപ്പുറവും കൊടുക്കേണ്ടതായിരുന്നു. ഞാൻ ശൂരനായ നിന്നെ പുകഴ്ത്തുമ്പോൾ ഇവൻ ആ ആണും പെണ്ണും കെട്ടവനെ പ്രശംസിക്കുന്നു. എനിക്കത് സഹിക്കുമോ? അപ്പോൾ ഉത്തരൻ പറഞ്ഞു, രാജാവേ, ഭവാൻ തെറ്റ് ചെയ്തു പോയി. വേഗത്തിൽ ഭവാൻ അദ്ദേഹത്തെ പ്രസാദിപ്പിക്കണം. ഘോരമായ ബ്രഹ്മവിഷം ഭവാനെ വേരോടെ നശിപ്പിച്ച് കളയും. പെട്ടെന്നാണ് കങ്കൻ ബ്രാഹ്മണ രൂപത്തിലാണ് ഇരിക്കുന്നത്, ബ്രാഹ്മണ വേഷത്തിലാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ബ്രാഹ്മണ ശാപത്തെ പേടിച്ച് വിരാടൻ പുത്രൻ പറഞ്ഞത് കേട്ടു. അങ്ങനെ പാണ്ഡുപുത്രനെ അദ്ദേഹം ക്ഷമിപ്പിച്ചു. സാന്ത്വനം ചെയ്യുന്ന രാജാവിനോട് യുധിഷ്ഠിരൻ പറഞ്ഞു, രാജാവേ, ഞാൻ പൊറുക്കുന്നു. എനിക്കൊട്ടും കോപമില്ല. പക്ഷേ എന്റെ മൂക്കിൽ നിന്ന് ഈ രക്തം ഭൂമിയിൽ പതിച്ചെങ്കിൽ രാഷ്ട്രത്തോടുകൂടി രാജാവേ ഭവാൻ നശിച്ചു പോയേനെ. ഞാൻ അങ്ങയെ ദുഷിക്കുകയില്ല. ദോഷമില്ലാത്തവനെ ദുഷിച്ചാൽ ബലവാനായ പ്രഭുവിന് നൃശംസത വന്നുകൂടും. ഇങ്ങനെ ചോരയുടെ വരവ് നിന്ന സമയത്താണ് ബൃഹന്നള അങ്ങോട്ടേക്ക് വന്നത്. വിരാടനെയും കങ്കനെയും വന്ദിച്ചു. യുദ്ധം ചെയ്തു മടങ്ങി വന്ന പുത്രനെയും ആ കൗരവനെയും സമാശ്വസിപ്പിച്ചതിന് ശേഷം അർജുനൻ കേട്ടു നിൽക്കെ തന്നെ തന്റെ പുത്രനെ മത്സ്യരാജാവ് പ്രശംസിച്ചു. ഹേ കൈകേയി നന്ദന, ഞാൻ പുത്രവാനായിരിക്കുന്നു. എനിക്ക് നിന്നെപ്പോലെയുള്ള പുത്രന്മാർ പിറന്നിട്ടില്ല, ഇനി പിറക്കുകയുമില്ല. 1000 ലാക്കിലെയ്താലും ഒരു എയ്ത്തും പിഴയ്ക്കാത്ത കർണനോട് ഉണ്ണി നീ എങ്ങനെ സമരം ചെയ്തു? നീ എങ്ങനെയാണ് ആ ഭീഷ്മരെ തോൽപ്പിച്ചത്? ദ്രോണരെ എങ്ങനെ നീ തോൽപ്പിച്ചു? ഇങ്ങനെയൊക്കെ വളരെ അഭിമാനത്തോടുകൂടെ വിരാട രാജാവ് ചോദിക്കുമ്പോൾ ഉത്തരൻ പറയുകയാണ്, അച്ഛാ, അങ്ങ് വിചാരിക്കും പോലെയല്ല കാര്യങ്ങൾ. ആ ഗോക്കളെ ജയിച്ചത് ഞാനല്ല. ശത്രുക്കളെ ആരെയും
ഞാൻ ജയിച്ചില്ല. ആ കർമ്മങ്ങളൊക്കെ ചെയ്തത് ഒരു ദേവകുമാരനാണ്. അപ്പോഴും ബൃഹന്നളയാണ് എന്ന് പറഞ്ഞില്ല, കാരണം അർജുനൻ അതിന് സമ്മതം കൊടുത്തിട്ടില്ല. ഞാൻ കൗരവ സൈന്യത്തെ കണ്ട് പേടിച്ചോടുകയായിരുന്നു. അപ്പോൾ എന്നെ തടുത്ത് ആ ദേവകുമാരൻ ബലമായി പിടിച്ച് തേർത്തട്ടിലിരുത്തി. ഇതിലൊരു കളവുമില്ല, കാരണം അർജുനൻ ദേവകുമാരനാണ്. അവനാണ് എനിക്ക് പശുക്കളെ നേടിയതും കുരുക്കളെ ജയിച്ചതും. അതൊക്കെ ആ വീരൻ ചെയ്ത കർമ്മങ്ങളാണ്, ഞാൻ ചെയ്തതല്ല. അപ്പോൾ വിരാടൻ ചോദിച്ചു, എന്നിട്ട് ആ വീരനായ ദേവപുത്രൻ എവിടെ? കീർത്തിമാനായ മഹാബാഹു എവിടെ? നിന്നെയും എന്റെ ഗോധനത്തെയും രക്ഷിച്ച ആ ദേവകുമാരൻ എവിടെ പോയി? അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ആ മഹാബലവാനായ ദേവപുത്രൻ അവിടെ തന്നെ മറഞ്ഞു. നാളെയോ മറ്റന്നാളോ അവൻ അങ്ങയുടെ മുന്നിൽ പ്രത്യക്ഷനാകും. ഇപ്രകാരം പുകഴ്ത്തപ്പെട്ട വേഷപ്രച്ഛന്നനായ പാണ്ഡുപുത്രൻ സമീപത്തുണ്ടായിട്ടും സൈന്യനായകനായ വിരാട രാജാവ് അറിയുകയുണ്ടായില്ല. പിന്നീട് മഹാത്മാവായ വിരാടൻ സമ്മതിക്കുകയാൽ പാർത്ഥൻ വിരാടന്റെ മകൾക്ക് ആ വസ്ത്രങ്ങൾ, യുദ്ധക്കളത്തിൽ നിന്ന് നേടിയ വസ്ത്രങ്ങൾ നൽകി. അതേസമയം തങ്ങളുടെ വ്രതം 3 ദിവസവും കൂടെ ബാക്കിയുണ്ടായിരുന്നു എന്നതിനാൽ പശുക്കളെ വീണ്ടെടുത്തതിന്റെ 3-ാം ദിവസം പാണ്ഡവന്മാർ 5 പേരും കുളി കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് യഥാകാലം വ്രതങ്ങളൊക്കെ അവസാനിപ്പിച്ച് കൃതാർത്ഥതയോടെ ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞ് ആ സഭയിൽ അലങ്കരിച്ച പൊന്നണിഞ്ഞ മത്തഗജങ്ങളെ പോലെ പ്രശോഭിച്ചു. ആ മഹാരഥന്മാർ അവരുടെ യഥാർത്ഥ വേഷത്തിൽ വിരാട സഭയിലേക്ക് യുധിഷ്ഠിരനെ മുന്നിൽ നടത്തി. അഗ്നിതുല്യം പ്രകാശിക്കുന്ന അവർ രാജസിംഹാസനങ്ങളിൽ പോയി ഇരുന്നു. അവർ ഇരിക്കുന്ന സമയത്ത് വിരാട രാജാവ് രാജ്യകാര്യങ്ങൾ നടത്തുവാൻ സഭയിലേക്ക് ആഗതനായി. പഞ്ചാഗ്നികൾ പോലെ ഉജ്ജ്വലിക്കുന്ന പാണ്ഡവന്മാരെ കണ്ടപ്പോൾ കുറച്ചു നേരത്തേക്ക് രാജാവ് രോഷാകുലനായി. കാരണം ഇവരൊക്കെ ശരിക്കും ദാസന്മാരാണ്. അങ്ങനെയുള്ള അവർ വിശിഷ്ടമായ ആസനത്തിൽ ഇരുന്നത് വിരാട രാജാവിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എടോ കങ്ക, നിന്നെ ഞാൻ ചൂതുകളിയിൽ സഭാസ്ഥാനനായിട്ടല്ലേ സ്വീകരിച്ചത്? പിന്നെ എന്താണ് ഇമ്മാതിരിയൊക്കെ ചമഞ്ഞൊരുങ്ങി വിശിഷ്ടാസനത്തിൽ കയറിയിരിക്കുന്നത്? വിരാടന്റെ വാക്ക് കേട്ടപ്പോൾ അർജുനൻ നേരം പോക്കിന് വകയായി എന്ന സന്തോഷത്തോടെ പുഞ്ചിരി തൂകിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, ഹേ രാജാവേ, ഇദ്ദേഹം ഇന്ദ്രന്റെ അർദ്ധാസനം സ്വീകരിക്കുവാൻ പോലും അർഹനാണ്. അത്രയ്ക്ക് ബ്രഹ്മണ്യനും പണ്ഡിതനും ത്യാഗിയും ദൃഢവ്രതനുമാണ്. ധർമ്മം മൂർത്തിയെടുത്തവനാണ്. വീരന്മാരിൽ വെച്ച് വീരനാണ്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് യുധിഷ്ഠിരനെ പുകഴ്ത്തി. ഈ മഹാൻ ധർമ്മം, ദമം, ക്രോധം ഇവയിലൊക്കെ ജിതേന്ദ്രിയനാണ്. ഈ രാജാവിന്റെ ആ വിധമുള്ള പ്രതാപത്താൽ സുയോധനൻ തപിക്കുന്നു. സുയോധനൻ എന്ന വിഭുവാകട്ടെ കർണസൗബലന്മാരോട് ചേർന്നവനാണ്. എന്നിട്ടും ആ സുയോധനനെ തപിപ്പിക്കുവാൻ സാധിച്ച ഇദ്ദേഹം മറ്റാരുമല്ല, ധർമ്മപരനായ പാണ്ഡവ ശ്രേഷ്ഠൻ യുധിഷ്ഠിരനാണ് ഇദ്ദേഹം. ഇപ്രകാരമുള്ള മഹാരാജാവ് വിരാട രാജ്യത്തെ ഒരു വിശിഷ്ട ആസനത്തിന് അർഹനല്ലെന്നാണോ അങ്ങ് പറയുന്നത്? ഇത് കേട്ട് വിരാട രാജാവ് ഞെട്ടിപ്പോയി. ഇദ്ദേഹം യുധിഷ്ഠിരനാണെങ്കിൽ തമ്പിയായ അർജുനൻ ഏതാണ്? ഭീമൻ എവിടെ? നകുലനും സഹദേവനും എവിടെ? പാഞ്ചാലി എവിടെ? അർജുനൻ പറഞ്ഞു, ഭവാന്റെ വെപ്പുകാരനില്ലേ വല്ലവൻ? അവനാണ് ഭീമപരാക്രമശാലിയായ ഭീമൻ. ഇവനാണ് ക്രോധവശന്മാരെയൊക്കെ കൊന്ന് കല്യാണ സൗഗന്ധികം പാഞ്ചാലിക്കു വേണ്ടി കൊണ്ടുവന്നത്. ദുഷ്ടനായ കീചകനെ കൊന്ന ഗന്ധർവൻ ഈ ഭീമനല്ലാതെ മറ്റാരുമല്ല. നിങ്ങളുടെ അന്തഃപുരത്തിൽ നിങ്ങളെയൊക്കെ സന്തോഷിപ്പിക്കാൻ പന്നിയെയും വ്യാഘ്രത്തെയും കരടിയെയും ഒക്കെ വധിച്ചിരുന്നത് ഇവനാണ്. പിന്നെ ഭവാന്റെ കുതിരകളുടെ പാലകനായി നിന്നവനാണ് നകുലൻ. ഗോക്കളുടെ നാഥനായി നിന്നവൻ സഹദേവനാണ്. അങ്ങയുടെ ഭാര്യയുടെ ദാസിയായി നിന്ന സൈരന്ധ്രിയാണ് പാഞ്ചാലി. ഇവൾ മൂലമാണ് കീചകൻ ചത്തത്. മഹാരാജാവേ, ഞാനാണ് അർജുനൻ. ഭവാൻ തീർച്ചയായും എന്നെ കേട്ടിരിക്കും. ഞങ്ങൾ സുഖമായി ഭവാന്റെ മന്ദിരത്തിൽ പാർത്ത് ഗർഭത്തിൽ വസിക്കുന്നത് പോലെ ഞങ്ങളുടെ 1 വർഷത്തെ അജ്ഞാതവാസം
ഭംഗിയായി പൂർത്തിയാക്കിയിരിക്കുന്നു. ഇപ്രകാരം അർജുനൻ പാണ്ഡുപുത്രന്മാരെയൊക്കെ രാജാവിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഉത്തരൻ വീണ്ടും ആ പാണ്ഡുപുത്രന്മാരെ പിതാവിന് കാട്ടിക്കൊടുത്തു. ഓരോരുത്തരെ ആയിട്ട് വീണ്ടും ഉത്തരൻ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇങ്ങനെ വിരാട രാജാവിന്റെ സന്തോഷത്തിന് അതിരുണ്ടായില്ല. അതേസമയം യുധിഷ്ഠിരനെ താൻ ആക്രമിച്ചതോർത്ത് അദ്ദേഹത്തിന് വല്ലാതെ മനസ്താപമുണ്ടായി. അങ്ങനെ ഏത് രീതിയിലാണ് യുധിഷ്ഠിരനെ ഒന്ന് സന്തോഷിപ്പിക്കുക എന്ന് ആലോചിച്ചപ്പോൾ വിരാടൻ പറഞ്ഞു, ഞാൻ യുധിഷ്ഠിരനോട് ചെയ്തു പോയ എൻ്റെ അവിവേകത്തിനുള്ള ഒരു ക്ഷമാപണമായിട്ട് അതേസമയം ഇവരുമായുള്ള ബാന്ധവം ആഗ്രഹിക്കുന്നു എന്നതിനാലും എൻ്റെ മകളായ ഉത്തരയെ ഞാൻ അർജുനന് വിവാഹം ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നു, അദ്ദേഹത്തിന് ഇഷ്ടമാണെങ്കിൽ. അപ്പോൾ ഉത്തരൻ പറഞ്ഞു, ഇപ്പോൾ തന്നെയാകാം വിവാഹം. യോഗ്യന്മാരും പൂജ്യന്മാരുമായ പാണ്ഡുപുത്രന്മാരെ നമ്മൾ പൂജിക്കുക. വിരാടൻ പറഞ്ഞു, ഞാനും യുദ്ധത്തിൽ ശത്രുക്കളുടെ പിടിയിൽപ്പെട്ടുപോയി. എന്നെ രക്ഷപ്പെടുത്തിയത് ഈ ഭീമസേനനാണ്. അനുജന്മാരോടുകൂടിയ ധർമ്മപുത്രരെ പ്രസാദിപ്പിച്ചാൽ നമുക്ക് ശുഭം ഭവിക്കും. അറിയാതെ വല്ല തെറ്റും നമ്മൾ പറഞ്ഞെങ്കിൽ മഹാത്മാവായ പാണ്ഡവൻ അതൊക്കെ പൊറുക്കണം. പിന്നീട് വിരാടൻ സന്തുഷ്ടനായിട്ട് തൻ്റെ രാജ്യം സൈന്യത്തോടും കോശത്തോടും ധനത്തോടും പുരത്തോടും കൂടി യുധിഷ്ഠിരന്റെ പാദത്തിൽ സമർപ്പിച്ചു. പിന്നെ ആ പാണ്ഡവന്മാരോട് അർജുനന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഭാഗ്യം ഭാഗ്യം എന്ന് പറഞ്ഞു. എല്ലാവരെയും ആലിംഗനം ചെയ്ത് വീണ്ടും വീണ്ടും തഴുകി. എത്ര നോക്കിയിട്ടും മതിയാകാത്ത വിധം ആനന്ദത്തിൽ മുഴുകി നിന്നു ആ വിരാട രാജാവ്. ഇങ്ങനെ സന്തുഷ്ടനായ വിരാട രാജാവ് പറഞ്ഞു, ഭാഗ്യം, നിങ്ങൾ ആ കാട് വിട്ട് വന്നത് ഭാഗ്യം തന്നെ. ദുഷ്ടന്മാർ അറിയാതെ നിങ്ങൾ ഇവിടെ അജ്ഞാതരായി പാർത്തതും ഭാഗ്യം തന്നെ. ഈ രാജ്യവും ഇതിലുള്ളത് സകലവും പാർത്ഥനുള്ളതാണ്. അതൊക്കെ പാണ്ഡവന്മാർ ഏറ്റുവാങ്ങണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സവ്യസാചിയായ ധനഞ്ജയൻ ഉത്തരയെ വിവാഹം കഴിച്ചാലും പുരുഷസത്തമനായ ഇവൻ ഇവൾക്ക് ചേർന്ന ഭർത്താവാണ്. ഇപ്രകാരം വിരാട രാജാവ് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ അർജുനനെ ഒന്ന് നോക്കി. ജ്യേഷ്ഠൻ തന്നെ നോക്കിയതിന്റെ അർത്ഥം ഗ്രഹിച്ച് അർജുനൻ മത്സ്യരാജാവിനോട് പറഞ്ഞു, രാജാവേ, ഭവാന്റെ പുത്രിയെ ഞാൻ സ്വീകരിക്കാം. പക്ഷേ ഭവാൻ പറഞ്ഞ രീതിയിലല്ല. എൻ്റെ മകന്റെ ഭാര്യയായി ഞാൻ ഉത്തരയെ സ്വീകരിക്കാം. മത്സ്യന്മാർക്കും പാണ്ഡവന്മാർക്കും തമ്മിൽ ഉണ്ടാകുന്നത് യുക്തമാണ്. അപ്പോൾ വിരാടൻ ചോദിക്കുന്നു, ഹേ പാണ്ഡവശ്രേഷ്ഠ, എൻ്റെ പുത്രിയെ ഞാൻ ഭവാന് നൽകി. എന്നാൽ എന്തുകൊണ്ടാണ് അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ അങ്ങ് തയ്യാറാകാത്തത്? അപ്പോൾ അർജുനൻ പറഞ്ഞു, രാജാവേ, ഞാൻ ഭവാന്റെ മകളെ കണ്ടുകൊണ്ട് അവരുടെ അന്തഃപുരത്തിൽ 1 വർഷം പാർത്തവനാണ്. ഒരു പിതാവിനെ പോലെ ഒളിവിലും വെളിവിലും വിശ്വാസത്തോടെ ഞാൻ പെരുമാറി. പാട്ടുപാടി നൃത്തം അഭ്യസിപ്പിച്ച എന്നെ ആചാര്യനെ പോലെ ഉത്തര പ്രിയത്തോടെ ബഹുമാനിക്കുന്നു. യൗവനം വന്നതിന് ശേഷം അവളോടുകൂടി 1 വർഷം ഞാൻ പാർത്തു. ഞാൻ അവളെ ഭാര്യയായി സ്വീകരിച്ചാൽ എന്നെക്കുറിച്ച് ജനങ്ങൾക്ക് ദുശങ്കയുണ്ടാകും, അങ്ങേക്കും ഉണ്ടാകും. അതുകൊണ്ട് ഞാൻ അവളെ എൻ്റെ മകന്റെ ഭാര്യയുടെ സ്ഥാനത്ത് സ്വീകരിച്ചു കൊള്ളാം. ശുദ്ധനും ദാന്തനും ജിതേന്ദ്രിയനുമായി ഞാൻ ഉത്തരയെ ശുദ്ധമതിയായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. ആ കുമാരിയെ എൻ്റെ മകളും പുത്രന്റെ ഭാര്യയുമായി അംഗീകരിച്ചാലേ ശങ്ക നീങ്ങി കർമ്മവിശുദ്ധിയുണ്ടാവുകയുള്ളൂ. ഞാൻ ഉത്തരയെ ഭാര്യയാക്കിയാൽ ലോകം ആക്ഷേപവാക്കുകൾ പുറപ്പെടുവിപ്പിക്കും. അപവാദത്തെ ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് ഭവാന്റെ പുത്രിയായ ഉത്തരയെ എൻ്റെ മരുമകളായിട്ട് ഞാൻ സ്വീകരിക്കുന്നു. സാക്ഷാൽ ശ്രീകൃഷ്ണന്റെ മരുമകൻ സുഭദ്രയുടെ മകനായ അഭിമന്യുവിന് ഇവൾ നല്ല ഉത്തമയായ പത്നിയായി തീരട്ടെ. ഇത് കേട്ട് വിരാടൻ പറഞ്ഞു, കുരുശ്രേഷ്ഠനായ പാണ്ഡവന് ഈ വാക്കുകൾ ചേർന്നത് തന്നെ. ഹേ പാർത്ഥ, ഇനി വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അത് ഭവാൻ ചെയ്തു കൊള്ളുക. എൻ്റെ ആഗ്രഹങ്ങളെല്ലാം പാർത്ഥനുമായി ബന്ധപ്പെട്ടതിനാൽ പൂർണ്ണമായിരിക്കുന്നു. ഇപ്രകാരം രാജാവ് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരൻ വിവാഹ ദിവസവും മുഹൂർത്തവും നിശ്ചയിച്ചു. ഉടനെ സകല ബന്ധുക്കൾക്കും കൃഷ്ണനും കൗന്ദേയൻ ദൂതന്മാരെ വിട്ടു. അഭിമന്യു ഭഗവാന്റെ കൂടെയാണ് ഉള്ളത്, ദ്വാരകയിലാണ് ഉള്ളത്.
ഇങ്ങനെ 13-ാമത്തെ വത്സരം കഴിഞ്ഞതിന് ശേഷം പാണ്ഡവന്മാർ വിരാടന്റെ ഉപപ്ലാവ്യം എന്ന നഗരത്തിലേക്ക് താമസം മാറ്റി. അർജുനൻ അഭിമന്യുവിനെയും കൃഷ്ണനെയും വരുത്തി. ഒപ്പം ഭഗവാന്റെ കൂടെ തന്നെ എല്ലാ യാദവരും അവിടെ എത്തിച്ചേർന്നു. യുധിഷ്ഠിരനോടുള്ള പ്രീതിയാൽ ശൈബ്യനും കാശിരാജാവും 2 അക്ഷൗഹിണി സൈന്യത്തോടുകൂടെ എത്തി. യജ്ഞസേനനും വീരന്മാരായ ദ്രൗപദി സുതന്മാരും ശിഖണ്ഡിയും ധൃഷ്ടദ്യുമ്നനും ഒരു അക്ഷൗഹിണി സൈന്യവുമായി വന്നു. ഇങ്ങനെ എല്ലാവരെയും സാക്ഷി നിർത്തി അർജുനൻ തന്റെ മകനു വേണ്ടി ഉത്തരയെ സ്വീകരിച്ചു. ഭഗവാൻ കൃഷ്ണൻ എല്ലാറ്റിനും മുമ്പിലായി പ്രശോഭിച്ചു. അങ്ങനെ പാർത്ഥൻ അവളെ സ്വീകരിച്ചതിന് ശേഷം മഹാത്മാവായ സൗഭദ്രന്റെ അഭിമന്യുവിന്റെ വേളി ചടങ്ങു പ്രകാരം നിർവഹിച്ചു. വിവാഹം കഴിഞ്ഞ സമയം ധർമ്മപുത്രരായ യുധിഷ്ഠിരൻ വാസുദേവൻ പാണ്ഡവന്മാർക്ക് കാഴ്ചവെച്ച ധനങ്ങളെല്ലാം വിപ്രന്മാർക്കായി ദാനം ചെയ്തു. ഇങ്ങനെ എല്ലാവരും തമ്മിലുള്ള ആ ബാന്ധവം എല്ലാവരിലും വളരെയധികം സന്തോഷത്തെ ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാഭാരതത്തിലെ 4-ാമത്തെ പർവമായ വിരാട പർവം അവസാനിക്കുന്നത്. മഹാഭാരതം